Hello everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടെക്നിക്കൽ ഡ്രോയിങ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. ടെക്നിക്കൽ ഡ്രോയിങ്സ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പലയിടത്തും ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു സ്പേസിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അത് ഏറ്റവും പ്രെസിഷനോടുകൂടെ തന്നെ ചെയ്യാൻ വേണം. അത് ഒരു ജോമെട്രിക് കൺസ്ട്രക്ഷനിലൂടെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ എ ബി. ഈ ലൈൻ വരയ്ക്കുമ്പം നമുക്ക് എനി ലെങ്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം എ ബി. ലൈൻ ഈവൻ നമ്പറായി ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓഡ് നമ്പേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. സേ 7. ഓക്കെ, അപ്പോൾ ലൈൻ എ ബി 7 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം പോയിൻ്റ് എ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ വരയ്ക്കുമ്പം എനി ലെങ്ത് ആൻഡ് എനി ആംഗിൾ കൺസിഡർ ചെയ്യാം. ഇഷ്ടമുള്ള ലെങ്ത്തും ഇഷ്ടമുള്ള ആംഗിളും എടുത്തിട്ട് പോയിൻ്റ് എ നിന്നും ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ പുതിയ ലൈൻ എ നിന്നും വരച്ച ഈ പുതിയ ലൈനിനെ നമ്മൾ 7 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് കോമ്പസ് ഉപയോഗിച്ച് ചെയ്താൽ മതി. കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുത്തിട്ട് ആ ലൈനിനെ 7 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. 1 2 3 4 5 6 and 7. ഇതിനെ നമുക്ക് നമ്പറിങ് ചെയ്യാം. 1 dash 2 dash 3 4 5 6 7. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയിൻ്റ് 7 നിന്നും പോയിൻ്റ് ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിതിവിടെ ഒരു റോളർ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ലൈൻ 7ബിൻ്റെ പാരലൽ ലൈൻസ് വരയ്ക്കുക. ഓരോ പോയിൻറ്റിൽ നിന്നും 6 6 5 4 അങ്ങനെ ഓരോ പോയിൻറ്റിൽ നിന്നും ലൈൻ 7ബിൻ്റെ പാരലൽ ലൈൻസ് വരയ്ക്കാം. അപ്പോൾ 6 നിന്നും വരയ്ക്കാം. 5. ഇത് നല്ല പ്രെസിഷനോടുകൂടെ തന്നെ വരയ്ക്കണം. ബിക്കോസ് എൻഡ് റിസൾട്ടിൻ്റെ ആക്യുറസി ഈ ഒരു സ്റ്റേജിൽ ഡിപ്പെൻഡൻ്റ് ആണ്. 2 സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താഴെ ലൈൻ എ ബിനെ നമ്പർ ചെയ്യാം. 1 2 3 4 5 6 ആൻഡ് പോയിൻറ്റ് ബി ആണ് 7. അപ്പോൾ അത് 7 ഈക്വൽ പാർട്സായിട്ട് നമ്മൾ ലൈൻ എ ബിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം ടെക്നിക്കൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഓർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ. ആൻഡ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.